ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ സന്തോഷത്തിലായിരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 38-ാം തിരുവചനം. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവർ ഈശോയെ കണ്ട് ഭയന്ന് വിറയ്ക്കുകയാണ്. ഒരു ഭൂതത്തെയാണ് കാണുന്നതെന്നുള്ള രീതിയിൽ. ഈശോ മരിച്ചതിന് സങ്കടത്തിലായിരുന്നു അവർ. ഈശോ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം ആ സന്തോഷവും സമാധാനമായിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥത നിനക്കില്ലേ? ജീവിതത്തിൽ പല രീതിയിലുള്ള ഭയത്തിൻ്റെ മേഖല നിനക്കില്ലേ? അതൊക്കെ ജീവിതത്തെ ഇങ്ങനെ പല രീതിയിൽ കാർന്ന് തിന്നുമ്പോൾ ഈശോയുടെ ഒരു ചോദ്യം നിൻ്റെ ജീവിതത്തിലേക്കും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാ, മോളെ, നീ എന്തിനാ അസ്വസ്ഥയാകുന്നത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനില്ലേ? നിൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെയും നിൻ്റെ ജീവിതത്തിൻ്റെ ഭയപ്പാടുകളുടെയും മുകളിൽ ഇവനുണ്ട്. ഈ ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്തു നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ജീവിതത്തിലെ അസ്വസ്ഥതകളുടെയും ഭയപ്പാടുകളുടെയും മീതെ നീ ഉണ്ടെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നൽകണമേ. അങ്ങനെ സന്തോഷിക്കുവാൻ, സമാധാനം അനുഭവിക്കാൻ ഈ വ്യക്തിക്ക് ഇടവരട്ടെ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ. സർവ്വവിധ തിന്മകളിൽ നിന്നും ഈ വ്യക്തിയും കുടുംബവും ചുറ്റുപാടുകളെല്ലാം സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.